സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നൽകി. നാളെ എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, കനത്ത മഴയാണ്. തലസ്ഥാനത്ത് ഇന്നലെ പകലൊക്കെ മഴ അല്പം മാറി നിന്നുവെങ്കിലും ഇന്ന് രാവിലെ മുതൽ പരക്കെ മഴയാണ്. പലയിടങ്ങളിലും വൈദ്യുതി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. മരങ്ങൾ വീണ് എല്ലാം തടസ്സപ്പെട്ട അവസ്ഥയാണ്. സംസ്ഥാനമാകെ പെരുമഴയോ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നപ്പോഴാണ് ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോകുന്നത്. കഴിഞ്ഞ ദിവസവും എല്ലാം ഇങ്ങനെ വിവിധ ജില്ലകളിൽ വൈകുന്നേരമാകുമ്പോഴേക്കും കൂടുതൽ റെഡ് അലർട്ട് നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട, അതോടൊപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ഇത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളാണ്. നൗകാസ് പ്രകാരം അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് ബാക്കിയുള്ള നേരത്തെ 24 മണിക്കൂർ റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന 8 ജില്ലകൾ ഒഴിച്ചുള്ള ബാക്കി 6 ജില്ലകളിലും ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ മഴയുടെ ഈ അലർട്ടുകൾക്ക് അപ്പുറത്തേക്ക് ആശങ്കപ്പെടുത്തുന്നത് ഈ കനത്ത കാറ്റ് വീശുന്നത് തന്നെയാണ്, കൃഷ്ണരാജ്. കാരണം 60 കിലോമീറ്റർ വരെ വേഗത്തിലാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് ആഞ്ഞു വീശുന്ന ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായതും ഇത്തരത്തിലുള്ള കാറ്റ് തന്നെയാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും വൈദ്യുതി വിതരണം വലിയ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ രാത്രിയിൽ പോയിട്ടുള്ള കറണ്ട് ഇതുവരെയും തിരിച്ച് ആ ശൃംഖല പുനർ നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പലയിടത്തും ഇപ്പോഴും മരങ്ങൾ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ പൂർണ്ണമായിട്ടും ഈ വൈദ്യുതി വിതരണ ശൃംഖല അത് പുനഃസജ്ജീകരിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. മരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ, ഒടിഞ്ഞു വീണ ചില്ലകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ, അതോടൊപ്പം തന്നെ പൊട്ടിപ്പോയിട്ടുള്ള വൈദ്യുത ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വലിയ കാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പലയിടത്തും മരങ്ങളൊക്കെ വീണ് നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വൈകുന്നേരമാകുമ്പോഴേക്കാണ് ആശങ്ക കൂടുതലാകുന്നത്. കഴിഞ്ഞ ദിവസവും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ പകലൊക്കെ തിരുവനന്തപുരത്തൊന്നും വലിയ കാര്യമായ മഴ പെയ്തിരുന്നില്ല. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ഒരു പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള മഴയും കാറ്റും ഒക്കെ രാത്രിയിൽ നമ്മൾ കണ്ടതാണ്. വലിയ മഴ പെയ്തു, വലിയ കാറ്റ് വീശി, പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. സമാനമായ സാഹചര്യം തന്നെയാണ്. ഇതിൽ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ മലയോര മേഖലയിലെ മഴയാണ്. അത് വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അതായത് മഴയങ്ങോട്ട് പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, കാലവർഷം എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ മലയോര മേഖല നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. അതുതന്നെയല്ലേ ഏറ്റവും പ്രധാനവും? കൃഷ്ണ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയ ജനം ടി വി കൊണ്ട് പുറത്ത് നൽകിയൊരു വാർത്തയുണ്ട്. അതായത് മാർച്ച് 1 മുതൽ സംസ്ഥാനത്ത് പെയ്തത് ഏതാണ്ട് 70% അധിക മഴ പെയ്തു എന്നുള്ളൊരു വാർത്ത. അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ അത് 96% അധികം മേളിലെത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഈ മണ്ണിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ജലാംശം ഇപ്പോൾ തന്നെ അത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ മണ്ണിടിച്ചിലിനൊക്കെ കാരണമായേക്കാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നാടാണ് കേരളം. അപ്പോൾ അത്തരം ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ. പക്ഷേ വലിയ മഴയാണ് മലയോര മേഖലകളിലും ഒക്കെ പെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളെങ്കിലും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. ഇതേ രീതിയിൽ അതിശക്തമായ മഴ ഈ മലയോര മേഖലകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത വരെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 റെഡ് അലർട്ട്. മഴ തുടരും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. മലയോര മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴയാണ് ആശങ്കയുണ്ടാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.